നമസ്കാരം, ഞാൻ ടീന. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി പോർക്ക് പെരട്ടാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. കുറച്ച് പോർക്ക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, കടുക് പൊട്ടിക്കുക, കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ ഞാനൊരു മീഡിയം സൈസിൽ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒനിയൻ. അതൊന്ന് കട്ട് ചെയ്തതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഒനിയൻ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ചേർക്കുന്നതിനെക്കാട്ടി ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് നന്നായിട്ട് വേവിക്കണം. വേവിച്ച് വെച്ചേക്കുന്ന പോർക്ക് ഇതിനകത്തോട്ട് ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. പോർക്ക് പെരട്ട് ഏതാണ്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റണം. റെഡി ആയിട്ടുണ്ട്. ഇതാണ് പോർക്ക് പെരട്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ ടീന.